നിങ്ങളേവരെയും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക്, ഒരു നാട്ടിൻ പുറത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ക്ഷണിക്കുകയാണ്. സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷണത്തിലാണ് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. നാട്ടിൻ പുറത്തെ ഒരു പോലീസ് സ്റ്റേഷൻ. ഇതെന്ത് പോലീസ് സ്റ്റേഷനാ? ഒരു കൃത്യനിഷ്ഠ സമയം ആർക്കെങ്കിലും ഇവിടെ പാലിക്കാൻ പറ്റുന്നുണ്ടോ? എസ് ഐ ആയ ഞാൻ മാത്രം കറക്റ്റ് ടൈമിൽ വരും. പോലീസുകാരാന്നും പറഞ്ഞ് കുറെ എണ്ണം നടക്കുന്നുണ്ട്. എന്നാത്തിന് കൊള്ള ഇവന്മാര്. ഒരൊറ്റ എണ്ണം സമയത്തിന് പണിക്ക് വരില്ല. പ്രതികളെ ആണെങ്കിൽ പിടിക്കാനായിട്ടാണെങ്കിൽ എന്റെ തൊപ്പിയും തെറിക്കും. എടോ PC 156 ഇവിടെ വാടോ. മതി മതി മതി, കൊള്ള, എല്ലാം നന്നായിട്ട്. തന്റെ യൂണിഫോം എന്തിയടോ? അത് നാടകക്കാർക്ക് വാടക കൊടുത്തിരിക്കുക സാർ. എന്താ? നാടകക്കാർക്ക് വാടക കൊടുത്തിരിക്കുകയാണ്. എടോ, സർക്കാർ യൂണിഫോം കരക്കാർക്ക് വാടക കൊടുക്കുമ്പോ ഒരു വാക്ക് എന്നോട് ചോദിക്കണ്ടേടോ? സാറേ, എനിക്കും കൊടുക്കാൻ പാടില്ല. 10 രൂപ എനിക്ക് കിട്ടിയാൽ കഴിക്കോ? മേല എന്നോട് ചോദിക്കാതെ ഒരു സാധനം ഇവിടുന്ന് വാടക കൊടുക്കരുത് കേട്ടാ. എടോ, ഇതൊരു പോലീസ് സ്റ്റേഷൻ ആണോടോ? പോലീസ് സ്റ്റേഷൻ സാറേ. ഉറപ്പാണോടോ? എടോ, ഇത് പോലീസ് സ്റ്റേഷൻ ആണോന്ന്? പോലീസ് സ്റ്റേഷൻ ആണെന്ന്. വേണ്ട വേണ്ട വേണ്ട, സകലായിട്ട് തടവും കഴിഞ്ഞ എസ് ഐ ആണ് ഞാൻ. എന്റെ അടുത്ത് കളരി കാണിക്കരുത്. അയ്യോ, ഇങ്ങോട്ട് മാറിയില്ലടാ. ഇങ്ങോട്ട് മാറിയില്ലടാ. എടാ, ഇങ്ങോട്ട് മാറിയില്ലടാ. ഇവന് ആരുടെ പി ട്യൂഷയുടെ അളിയനാ? എടാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് മാറി. ഏത് കാലം വെച്ചാടാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന? ഞാൻ വലത് കാലി വെച്ച് സ്ഥിരതാമസത്തിന് വന്നേക്കാടാ പോലീസ് സ്റ്റേഷനിൽ. എന്റെ പൊന്നു സാറാ, ഞാൻ ഇടത് കാലം വെച്ചാ പോകുന്നത്. മുടിപ്പിക്കാൻ വന്നേക്കാണോടാ പോലീസ്? എന്റെ പൊന്നു സാറ, 2 കാലും തൊടാതെ ഈ മുതുക്കൻ സാറെന്നെ പൊക്കിക്കൊണ്ടാ പോകുന്നത്. അതാണ് യഥാർത്ഥ പോലീസ് സ്റ്റേഷൻ. നീ അല്ലടാ പെൺകുട്ടിയെ പീഡിപ്പിച്ചേ? മര്യാദക്ക് സിനിമ കണ്ടോണ്ടിരുന്ന എനിക്ക് 2 പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നാണ്. പെൺകുട്ടിയെ പീഡിപ്പിച്ച സാറ, മര്യാദക്ക് സിനിമ കണ്ടോണ്ടിരുന്ന എനിക്ക് 2 പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട്. നിനക്ക് ഞാൻ ഇട്ടേക്കണ എന്താന്നറിയാമടാ? ഇതെന്താന്നറിയാമടാ ഞാൻ ഇട്ടേക്കണത്? ഇത് ചാക്ക് തച്ചിട്ടേക്കണല്ലേ? ചാക്കോ? ഇത് കാക്കയാടാ. 24 വർഷമായിടാ ഞാൻ ഈ കാക്കിയിടാൻ തുടങ്ങിയിട്ട്. വെറുതെ അല്ലേ ഇവിടെ വന്നപ്പോ ഒരു വക നാറ്റവും വേണം ഒക്കെ. 24 വർഷമൊക്കെ ഒരു ഷർട്ട് കഴുകാതെ ഇടില്ലേ സാറേ? പുറത്തു പോയി പറഞ്ഞാൽ കൊന്നുകളെ നമ്മൾ രണ്ടുപേരും അറിഞ്ഞു. അതേട്ടാ, നീ പെൺകുട്ടിയെ പീഡിപ്പിച്ച മര്യാദക്ക് തീരുമാനിച്ചോണ്ടിരുന്ന എനിക്ക് 2 പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നാണ്. നിന്റെ ഫുൾ അഡ്രസ് എഴുതി വെക്ക്. ശരി സർ. എന്താണ് നിന്റെ അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് ധൃതരാഷ്ട്ര. എഴുതടോ. സാറേ, എന്താണ്? മഷി ഒന്ന് കുടഞ്ഞിട്ട് എഴുതുക. അതാ കുഴപ്പം പറ്റിയത്. മര്യാദക്ക് എഴുതുക. ഇത് പോലീസാണ്. കറക്റ്റായിട്ട് എഴുതിക്കോ. എന്നാണ് നിന്റെ അച്ഛന്റെ പേര്? ധൃതരാഷ്ട്ര. അങ്ങനെ തെളിച്ചു പറ, ഇപ്പോഴല്ലേ മനസ്സിലായത്. കറക്റ്റ് ആയിട്ട് എഴുതിക്കോ, തെറ്റിക്കല്ലേ. അച്ഛൻ, അത് മതി. അച്ഛൻ്റെ പേര് വേണ്ടേ? പേര് വേണ്ട, നേരം വെളുക്കും. എനിക്ക് ഇവിടുന്ന് പോണോടാ. നിന്റെ ചേട്ടന്റെ പേരെന്താടാ? ചേട്ടന്റെ പേര് ദൃഷ്ടദ്യുമ്നൻ. അത് അടിപൊളി പേരാണ്. കറക്റ്റ് ആയിട്ട് എഴുതും. എന്നെ കല്ല് വെച്ചെറിഞ്ഞു സാറേ. കല്ല് വെച്ചെറിഞ്ഞതല്ലടാ, പിന്നെ നിന്റെ ഒടുക്കത്തെ പേര് പറഞ്ഞ എന്റെ അണപ്പല്ല് തെറിച്ചു വന്ന് കൊണ്ടതാടാ. നീ പോലീസുകാരന് പണി ഉണ്ടാക്കും. നിന്റെ ചേട്ടന്റെ പേര് ഒന്നില്ലെങ്കിൽ ബാബു അല്ലെങ്കിൽ സണ്ണി. ബാബു മതി. ബാബു. നിന്റെ അമ്മയുടെ പേരെന്താടാ? അമ്മയുടെ പേര് മൃണ. നിനക്ക് അമ്മയില്ല, എന്റെ അടുത്ത പല്ല് തെറിക്കും. യു ഹാവ് നോ മദർ ഇൻ ദ സിറ്റി ഓഫ് സിംഗപ്പൂർ. ഓക്കേ, നിനക്ക് അമ്മയില്ല. നീ അല്ലടാ പെൺകുട്ടിയെ പീഡിപ്പിച്ച. സിനിമ എനിക്ക് പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോടാ? ഇല്ല. അറിയാൻ പാടില്ലേ? ഇല്ല. എടാ, മിന്നൽ പ്രഭാകരൻ എന്ന് കേട്ടാൽ ഈ സ്റ്റേഷൻ നിർത്തി താനായിരുന്ന താൻ കിടക്കണ്ട, ഞാൻ കിടക്കിക്കോളാം. എനിക്ക് അതിനുള്ള പ്രായമുണ്ട് കേട്ടാ. കിടാന്ന് പറക്കും. എന്താടാ നിന്റെ പേര്? എന്റെ പേര് ഇടിവെട്ട് പരമോ. എന്തോ മോനല്ലേ പെൺകുട്ടിയെ പീഡിപ്പിച്ചേ? സാറന്മാരെയൊക്കെ സിനിമ കണ്ടോണ്ടിരുന്ന എനിക്ക് 2 പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. മതി. നീ അല്ല അല്ലേ? അല്ല സാറേ. ഞാൻ പറയുന്ന പോലെ ഏറ്റു പറഞ്ഞാൽ നിന്നെ ഞാൻ ഈ കേസിൽ നിന്ന് വിട്ടയക്കാം. സാറ് പറയും പോലെ ഏറ്റു പറഞ്ഞ എന്റെ കേസിൽ നിന്ന് വിട്ടയക്കോ? ഞാൻ പറയും പോലെ പറയാം. ഇങ്ങോട്ട് മാറിയില്ലടാ.
ഇങ്ങോട്ട് മാറാ. എന്റെ പോവാണ് പോയി. അയ്യോ അയ്യോ ചാവിട്ടി നിന്നെ കൊന്നു കളയും ഞാൻ. ചവിട്ടി നിന്നെ കൊന്നു എന്നെ കെട്ടിത്തൂക്കും ഞാൻ. വയറ് ഞാൻ കുത്തിപ്പൊളിക്കും. പോലീസുകാരനെ കടിച്ച ശവം കുളിക്കൂല. എന്തൊരു കയ്പാ. എന്തോരം സോപ്പറം കണ്ടോ. ഒന്ന് കുളിച്ചിട്ട് വരാൻ പാടില്ല. എടാ മോനെ, എന്തോ നിനക്ക് ഞാൻ പറഞ്ഞു തന്ന മനസ്സിലായില്ല. ഇല്ല സാറേ. എടാ ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ കോടതിയിൽ ഏറ്റു പറഞ്ഞാൽ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കി വിട്ടയക്കാം. സാറ് പറയും പോലെ കോടതിയിൽ ഏറ്റു പറഞ്ഞ എന്നെ സാപ്പും മാഷേക്ക് നാക്കും അടിക്കില്ലേ. രണ്ട് പപ്പടോടെ മേടിച്ചു വിളിച്ചോണ്ട് വന്നു. ഇത് കഴിയട്ടാ, നിനക്ക് പഴംപൊരി മേടിച്ചു തരാം. ഇതൊരു റിഹേഴ്സലാണ്. ഇതുപോലെ നീ കോടതി പറഞ്ഞു. പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. സമയം രാത്രി 12 മണി. എന്താടാ 12 മണിക്ക് എനിക്ക് പുറത്തിറങ്ങാൻ പേടിയാ. എന്റെ അമ്മോ, ഞാൻ 1 മണിക്ക് വരും. സമയം രാത്രി 12 മണി. സമയം രാത്രി 12 മണി. ഏത് സിനിമയുടെ വാൾ പോസ്റ്റാടാ വലിച്ചൊട്ടിക്കണേ? ഏത് സിനിമയുടെ വാൾ പോസ്റ്റാടാ നീ വലിച്ചൊട്ടിക്കണേ? ആക്ഷൻ കാണിക്കണ്ട, പറഞ്ഞാ മതി കേട്ടാ. പറഞ്ഞാ മതി. Again. സമയം രാത്രി 12 മണി. കഴിയാത്ര സമയം രാത്രി 12 മണി. സിനിമ കഴിഞ്ഞ് വരികയായിരുന്നു. ഞാൻ സിനിമയ്ക്ക് പോയില്ല. അയ്യോ, ഞാൻ സിനിമ കഴിഞ്ഞ് വന്നു. കൊള്ളാം. അതാ ഒരു കൂറ്റൻ മതിൽ. അതാ ഒരു കൂട്ടം മതിൽ. കൂറ്റൻ മതിലല്ലടാ, കൂറ്റൻ മതിൽ. കൂറ്റൻ കൂറ്റൻ. തെറ്റിക്കണ അടിയവന. അതാ ഒരു കൂറ്റം മതിൽ. ഉള്ളിൽ പരിഭ്രമം മൂത്തു. ഉള്ളിൽ പരിപ്പ് പട മൂത്തു. പരിപ്പുവട മൂക്ക. ഇവിടെ വാടാ. പരിപ്പുവട മൂക്ക നീ എന്നാടാ പാമോയിലാണോടാ? ഇങ്ങോട്ട് മാറില്ലടാ, ഇങ്ങോട്ട് മാറാ. എടാ പരിഭ്രമം കറക്റ്റ് ആയിട്ട് പറ. എന്റെ ഉള്ളിൽ പരിപ്പ്. നിനക്ക് ആ ബാ കിട്ടണില്ല. ബായാണ് പ്രശ്നം. അതെ, ഇത്രേ ഉള്ളൂ. ചാള എന്നുള്ളതിന്റെ ബാ. എടാ രാക്ഷസി എന്ന് പറയില്ലേ, അതിന്റെ ബാ പറയടാ. എന്റെ ഉള്ളിൽ പരിഭ്രമം. ഇപ്പൊ കിട്ടിയാണ്. വലിയ മതിൽ ചാടിക്കടന്നു. വലിയ മതിൽ ചാടിക്കടന്നു. ഗേറ്റില്ലേ? എന്റെ കാലടിയും. മതില് വലിയ മതിൽ ഊർന്നിറങ്ങി. ഒരു കൊതി കണ്ടു. ഒറ്റ കൊതിയാനിട്ടായിരുന്നു ഞാൻ. പൊതി കാണടാ. പുതിയ തെറ്റിക്കണ കൊല്ലവൻ. ഒരു പൊതി കണ്ടു. തുറന്നു നോക്കി. 3/4 കിലോ തക്കാളി. കിലോ മുക്കാളി. തെറ്റിച്ച്. എടാ വാക്കുകൾ പറയണത് കേട്ടിട്ട് പറയും. 3/4 കിലോ തക്കാളി. കിലോ മുക്കാളി. എന്തിനാണ് ഇങ്ങനെ തെറ്റിക്കണ? ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ പറ. 3/4 കിലോ മുക്കാളി. 3/4 കിലോ തക്കാളി. കിട്ടിയല്ല. തക്കാളി മൈൻഡ് ചെയ്യാതെ നീ അപ്പുറത്തേക്ക് പോയി. തക്കാളി മൈൻഡ് ചെയ്യണ്ടേ? തക്കാളി നിന്ന കൊന്നുകളെ ഞാൻ. തമിഴ്നാട്ടിൽ നിന്ന് അന്യായ വില കൊണ്ടുവന്ന തക്കാളിയാണ്. വാതിലിന് സമീപത്തേക്ക് നടന്നു. വാതിലിന് സമീപത്തേക്ക് നടന്നു. വാതില് കണ്ടു. കണ്ടു. നിനക്കാക്രാന്തം മൂത്തു. എന്നെ വലിക്കരുത്, എനിക്ക് LIC പോലും ഇല്ലാത്താണെന്ന്. ആർക്കാടാ മൂത്താക്കണേ? എടാ ആക്രാന്തം മൂത്ത് പറയടാ. മൂത്രോ? നിന്നെ ഞാൻ മൂത്രം കുടിപ്പിക്കും ഞാൻ. ഇങ്ങോട്ട് മാറാ. എടാ ആക്രാന്തം മൂത്ത് പറയടാ. നിനക്ക് ക്രാ കിട്ടണില്ല. അതാണ് കുഴപ്പം. ഭൂമി എന്നുള്ളതിന്റെ ക്രാ മനസ്സിലായില്ലേ? തവളാന്ന് ഇടുന്നു. തവള. ആ തവളയുടെ തവളാന്ന് എഴുതുമ്പോൾ പറയടാ. എനിക്ക് ആ സാധനം മൂത്തു. വാതിൽ തള്ളി തുറന്നു. അകത്തേക്ക് കടന്നു. ഇടതുവശത്തെ മുറിയെ ലക്ഷ്യമാക്കി നടന്നു. ഇടതുവശത്തെ മുറിയെ ലക്ഷ്യമാക്കി നടന്നു. വാതിൽ കണ്ടു. വീണ്ടും നിനക്ക് ആക്രാന്തം മൂത്തു. നോക്കടാ. വീണ്ടും എനിക്ക് ആ സാധനം മൂത്തു. വാതിൽ തള്ളി തുറന്നു. അകത്തേക്ക് കടന്നു. ഒരു വനിത കിടക്കുന്നു. നീ എന്ത് ചെയ്യും? ആര് കിടക്കുന്നു? വനിത. ഉഷാറായി. വെരി ഗുഡ്. ഇങ്ങനെ മുമ്പോട്ട് വന്നിട്ട് വെരി ഗുഡ്. എന്റെ 2 കൈ കൊണ്ട് വനിത ഇങ്ങനെ പൊക്കി എടുത്തിട്ട് വെരി ഗുഡ്. മറിച്ച് അതിന്റെ പാചകരംഗം വായിക്കും. എടാ പീഡന കേസിൽ അകപ്പെട്ട പെൺകുട്ടി കിടക്കുന്നു. നീ എന്ത് ചെയ്യുമെന്ന്? അയ്യോ, അത് അവിടെ കിടക്കട്ടെ സാറേ. എന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് മുത്തപ്പ, നിനക്ക് 3ാമതും ആക്രാന്തം മൂത്തു. എന്തിനാ സാറേ ഈ സാധനം ഇങ്ങനെ ഇട്ട് മൂപ്പിക്കണത്? ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഞാനാണ്. സാറായിരുന്ന ഞാനല്ല.